Uniform velocity and non-uniform velocity. Next topic. A body has uniform velocity if its cover equal displacement in the same direction in equal intervals of time. Example, velocity of light. ഒരു ടൈം ഗ്യാപ്പിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്ന ഒരു സെക്കൻഡിൽ ഫസ്റ്റത്തെ ഒരു സെക്കൻഡിൽ ഒരു നിശ്ചിത മീറ്റർ 2 മീറ്റർ കവർ ചെയ്തിരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റത്തെ 1 സെക്കൻഡ് അഥവാ 2 സെക്കൻഡ് ആകുമ്പോൾ 2 മീറ്റർ തന്നെ കവർ ചെയ്യണം. അങ്ങനെ ഈച്ച് സെക്കൻഡിൽ 2 മീറ്റർ കവർ ചെയ്ത് പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിലായിരിക്കണം. അതിനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. നിങ്ങൾ ലേസറിൻ്റെ ബീം പോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിന് 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. ഇനി അതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്കൊന്ന് പോകാം. ഇവിടെ കണ്ടോ, യൂണിഫോം വെലോസിറ്റി എന്നാൽ 0 to 2 സെക്കൻഡിൽ 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സഞ്ചരിച്ചു അല്ലേ. നെക്സ്റ്റ് 2 സെക്കൻഡ് അഥവാ ടോട്ടൽ 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ സഞ്ചരിച്ചു. സോ ദ വെലോസിറ്റി ഈസ് എത്രയാണ് വരിക? 10 മീറ്റർ പെർ സെക്കൻഡാണ്. സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കൂലേ. എല്ലാ സമയത്തും ഏത് പോയിൻ്റ് എടുക്കുകയാണെങ്കിലും സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കുള്ളൂ. സ്പീഡ് കൂടുന്നില്ല, വെലോസിറ്റി കുറയുന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നമുക്ക് ആ ബോഡീനെ ഓബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് യൂണിഫോം വെലോസിറ്റി. നെക്സ്റ്റ്, നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റി എന്നാൽ നമ്മളൊരു കാറിലിരിക്കുകയാണ്. ആ കാറിൽ ആക്സിലേറ്റർ ഉണ്ടല്ലേ. ആക്സിലേറ്റർ നമ്മൾ അമർത്തുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടിയിട്ട് വരും അല്ലേ. സ്പീഡ് കൂടിയിട്ട് വരും. അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ, ഒരു വണ്ടി സ്ട്രെയിറ്റ് ലൈനിലൂടെ പോവുകയാണെങ്കിൽ അത് വെലോസിറ്റി ആകും. ഇനി വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ അതിന് സ്പീഡെന്നും വിളിക്കാം. ഇപ്പോൾ വണ്ടി മൂവ് ആയില്ലേ. വണ്ടി ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടി വന്നു. ആ കേസിൽ നമ്മൾ അതിൻ്റെ മോഷന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? റെഫറൻസ് ബോഡി ഉണ്ട്. 0 സെക്കൻഡിൽ 0 മീറ്ററിലല്ലേ. 0 മീറ്ററുമാണ് 0 സെക്കൻഡുമാണ് വിചാരിക്കുക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിലറേറ്റർ കൂട്ടി 0 to 2 സെക്കൻഡിൽ 5 മീറ്റർ വണ്ടി മെല്ലെ സഞ്ചരിച്ചു. പിന്നീട് വണ്ടിയുടെ വേഗത കൂടി, ദാറ്റ് ഈസ് 4 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സഞ്ചരിച്ചു. പിന്നെയും വണ്ടിയുടെ വേഗത കൂടി 6 സെക്കൻഡിൽ 40 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഓരോ ടൈമിലും വണ്ടിയുടെ വേഗത ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 5/2 ദാറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 20യുടെ കേസിലാണെങ്കിൽ 20/4 ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡാണ് വരിക. ദാറ്റ് മീൻസ് 40/6 അപ്രോക്സിമേറ്റ്ലി 6.6 മീറ്റർ പെർ സെക്കൻഡാണ് ആ വണ്ടിയുടെ വേഗത ആ സമയത്ത് അല്ലേ. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേഗത കുറഞ്ഞു, അതിനേക്കാൾ കൂടിയ വേഗതയായിരുന്നു പിന്നീട് നല്ല ആക്സിലറേഷനിലായിരുന്നു പോയിരുന്നത് അല്ലേ. നോൺ യൂണിഫോം വെലോസിറ്റി എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. എന്തുകൊണ്ടാണ് ഇത് നോൺ യൂണിഫോം വെലോസിറ്റി ആയത്? ഫസ്റ്റ്, ഈ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണല്ലേ. 2 സെക്കൻഡ് ഗ്യാപ്പിൽ വണ്ടിയുടെ വേഗത നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് 2 സെക്കൻഡിൽ 5 മീറ്റർ വരെ സഞ്ചരിച്ചു അല്ലേ. പിന്നത്തെ 2 സെക്കൻഡിൽ അത് 15 മീറ്ററിലേക്ക് മാറി, വേഗത കൂടി വന്നു അല്ലേ. അതെന്താണ്? അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ ഇവിടെ കാണിക്കുന്നത്. സെയിം ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിൻ്റ് നമ്മൾ കണക്കാക്കുന്നു. ആ കണക്കാക്കുന്ന പോയിൻറ്റിനനുസരിച്ച് നമ്മൾ സമയം നോക്കുന്നു. അഥവാ 2 സെക്കൻഡിൻ്റെ ഗ്യാപ്പിലുള്ള ടൈം നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഓരോ 2 സെക്കൻഡിലും വണ്ടിയുടെ വേഗത കൂടി വരുന്നു. ദാറ്റ് ഈസ്
അതൊരു സ്ട്രെയിറ്റ് ലൈനിലായതുകൊണ്ട് അതിനെ നമ്മൾ ഈ ഡിസ്റ്റൻസിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വേഗത മാറി മാറി വരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അൺഈക്വലായിട്ട് വരുന്നു. സോ ദാറ്റ് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി. എ ബോഡി ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ്സ് കവർ unequal displacement in the same direction or different direction in equal intervals of time. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അത് നമ്മൾക്കനുസരിച്ച് മാറ്റാൻ പറ്റും. വേണമെങ്കിൽ 1 സെക്കൻഡ് ആക്കാം, 2 സെക്കൻഡ് ആക്കാം, 3 സെക്കൻഡ് ആക്കാം. സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ വരുന്നത്. ഫസ്റ്റ് 2 സെക്കൻഡിൽ 5 മീറ്റർ ആയിരുന്നു, പിന്നത്തെ ടോട്ടൽ 4 സെക്കൻഡ് ആയപ്പോഴേക്കും 20 മീറ്റർ കവർ ചെയ്തു. നെക്സ്റ്റ് 6 ആയപ്പോഴേക്ക് അതിനേക്കാളും കൂടി അല്ലേ, 30 മീറ്ററായി. അപ്പോൾ അവിടെ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. സെയിം ഡയറക്ഷനിൽ ആയതുകൊണ്ടും ഇനി ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യും, അത് നോൺ യൂണിഫോം ആയിരിക്കും. ഡയറക്ഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീന് ഡയറക്ഷനുണ്ട്, മാഗ്നിറ്റ്യൂഡുണ്ട്. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, if the direction of motion changes, the velocity also change. ഇനി നമ്മൾ മോഷൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അതിനെ നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് വിളിക്കുക. ഈ സെയിം ഡയറക്ഷനിൽ സെയിം ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നെങ്കിൽ പോലും ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി എന്നാണ് വിളിക്കുക. അതിന് എക്സാമ്പിൾ വെലോസിറ്റി ഓഫ് റോക്കറ്റും അല്ലെങ്കിൽ PSLV GSLV ഒക്കെ റോക്കറ്റ് ലോഞ്ചർ ഒക്കെ അല്ലേ, അതിൻ്റെയൊക്കെ വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. നോൺ യൂണിഫോം വെലോസിറ്റിക്ക് മറ്റൊരു പേരിലാണ് പറയപ്പെടുന്നത്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സമയത്തിനെ കൊണ്ട് വെലോസിറ്റി മാറുന്നതിനെയാണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുക. നമ്മൾ കാറിൻ്റെ ആക്സിലറേറ്റർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആക്സിലറേറ്റർ എന്ന്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. ദാറ്റ് ഈസ് സ്പീഡ് ഇൻക്രീസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേഗത ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ഇറ്റ് ഈസ് സെഡ് ടു ബി ആക്സിലറേഷൻ. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ വേഗത എന്ത് ചെയ്യുന്നു, ഓരോ സെക്കൻഡിലും ഇങ്ങനെ കൂടി വരുന്നു. ലാസ്റ്റ് ഫൈനലിൽ ഏറ്റവും വേഗത കൂടിയതിലേക്ക് എത്തുന്നു. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കുക, U ആയിട്ട് എടുക്കുക. വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് സ്റ്റാർട്ടിങ് ടൈം. തുടക്കത്തിലുള്ള സമയത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. അതിനെ നമ്മൾ U എന്നാണ് വിളിക്കുക, സ്മോൾ ലെറ്റർ U. U is equal to 0 meter per second. സെക്കൻഡിൽ 0 മീറ്റർ ആയിരിക്കും. ബിക്കോസ് ദാറ്റ് ബോഡി ഇൻ റെസ്റ്റിലാണ്. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഒരു ശരീരം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഓർ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ഫോർ ഫ്രീ ഫാളിങ്. മുകളിൽ നിന്ന് താഴേട്ട് വീഴുന്ന, ഒന്നിൻ്റെ സപ്പോർട്ടും ഇല്ലാതെ താഴോട്ട് വീഴുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്നത് 0 ആയിരിക്കും. The final velocity V is velocity of a body at the last time. അവസാനം എത്തുന്നൊരു സമയമുണ്ടല്ലോ, ആ വണ്ടിയുടെ അവസാനം ഉള്ള, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ടൈമിലുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് വിളിക്കുക. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ V ആയിട്ടാണ് അസ്യൂം ചെയ്യുക. V is equal to 0 meter per second. When body come rest or a body thrown up come rest to the topmost position. നമ്മൾ മുകളിലേക്ക് എറിയുന്ന കല്ല്, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി, കല്ല് മുകളിൽ പോയിട്ട് താഴെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ അവിടെ ആ കല്ല് നിന്നിരിക്കണം. ആ കല്ല് നിന്നിട്ടാണ് താഴോട്ട് വരുന്നത് അല്ലേ. ആ ടോപ്പ് മോസ്റ്റിൽ എത്തിയ ആ കല്ല് റെസ്റ്റിലാകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നീട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് താഴോട്ട് വരികയാണ് അല്ലേ. മുകളിലേക്ക് ഒരു കല്ല് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് വരുന്നത് എന്താണ്? ആ കല്ല് ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ ടോപ്പ് മോസ്റ്റ്, ഏതോ ഒരു ടോപ്പ് മോസ്റ്റ് കണ്ടീഷനിൽ അത് റെസ്റ്റിലായിരിക്കണം. ഇനി ആക്സിലറേഷൻ്റെ ഡെമോൺസ്ട്രേഷൻ, ആക്സിലറേഷൻ ആണല്ലേ. ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുന്നു, വണ്ടിയുടെ വേഗത കൂടി വരുന്നു അല്ലേ. വണ്ടിയുടെ വേഗത കൂടി വെലോസിറ്റി കൂടി വന്ന് ലാസ്റ്റ് ഒരു വെലോസിറ്റിയിലെത്തുന്നു. ഓക്കെ,
ഇവിടെ എന്താണ് പറയുന്നത്? നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ്? ശരിക്കും എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി? ഈസ് ആക്സിലറേഷൻ ആണ്. നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് വരിക. സെയിം വെലോസിറ്റി അല്ല പറയുന്നത്. ഓരോ ടൈമിലും ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ വെലോസിറ്റിയാണ്. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് ഇവിടെ? 0 ആണല്ലേ. 0 മീറ്റർ പെർ സെക്കൻഡ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വണ്ടിയുടെ വേഗത കൂടി. സെക്കൻഡിൽ 5 മീറ്റർ കവർ ചെയ്യുന്നു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വന്നു? 10 മീറ്റർ വരും. ഇനി 4 സെക്കൻഡ് ആയപ്പോഴേക്കും വണ്ടിയുടെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡാണ്. 20 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിലാണ് ആ വണ്ടി സഞ്ചരിക്കുന്നത്. അപ്പോഴേക്കും ആ വണ്ടിയുടെ വേഗത എത്രയായിരിക്കും? 30 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിക്കുന്നു. സോ ദാറ്റ്സ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം അല്ലേ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി എന്താണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യൽ റെസ്റ്റിലാണ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് 30 മൈനസ് 0 ഡിവൈഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 6 ആണ് വരിക അല്ലേ. എ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 6. എ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ഓഫ് കാർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. യു ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരിക അല്ലേ. ഹൗ ടു കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. വെലോസിറ്റിയിലുള്ള മാറ്റമാണ് അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുക. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. എന്തുകൊണ്ടാണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് എന്തുണ്ട്? 2 മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടല്ലേ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഉണ്ട് അതിൽ 9.8 അങ്ങനെ എക്സെട്ര. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട് അല്ലേ. മുകളിലേക്ക് പോകുന്ന വസ്തു താഴേക്ക് വരുന്ന അപ്പ് ആൻഡ് ഡൗൺ, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ ഡയറക്ഷനെ നമ്മൾ സൂചിപ്പിക്കണം. സോ ദാറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മാളർ ജി ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് ടു എർത്ത് ഫ്രം എ ഹൈറ്റ്. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന, ഒന്നിൻ്റെ സപ്പോർട്ടും ഇല്ലാതെ ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫോഴ്സാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അല്ലേ. ആ ഒരു സമയത്ത് ആ ബോഡിക്ക് അനുഭവപ്പെടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അത് ആക്സിലറേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ ജി. ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 9.8 മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. മുകളിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് 9.8 മീറ്റർ ആണെങ്കിൽ പിന്നെ അത് എത്ര ആയിരിക്കും വരിക? 19.6 ആയിരിക്കും വരിക. പിന്നത്തെ സെക്കൻഡിൽ അത്രയും 20 മീറ്ററോളം ഡിസ്റ്റൻസ് വരും. പിന്നീട് അത് ഒന്നുകൂടെ കൂടിയത് വരും, 29.6 വരും, 4 വരും അല്ലേ. ഇനി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇനി മൂവ്മെൻറ്റ് ഓഫ് എ റോക്കറ്റ് അപ്വേർഡ്, മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റോക്കറ്റിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ എന്തിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കണം. സോ ദാറ്റ് റോക്കറ്റ് മസ്റ്റ് ബി ഇൻ ആക്സിലറേഷൻ, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കണം എന്ത്? ഈ റോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ചീറ്റാസ് സ്പീഡ് ചേഞ്ചസ് ഫ്രം 0 to 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 സെക്കൻഡ്. ചീറ്റയുടെ വേഗത 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ ആയിട്ട് വരും അല്ലേ. ആദ്യത്തെ ഒരു സെക്കൻഡ് 10 മീറ്റർ കവർ ചെയ്യും. അതുകൊണ്ടാണ് ചീറ്റയുടെ മുന്നിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. സെക്കൻഡിൽ ഒരു മനുഷ്യന് മാക്സിമം സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം 10 മീറ്ററാണ്. അപ്പോൾ സിംഹത്തിന് മുന്നിലൊക്കെ പെട്ടുകയാണെങ്കിൽ, ചീറ്റയുടെ മുന്നിലൊക്കെ പെടുകയാണെങ്കിൽ നമ്മൾ ഓടാൻ കഴിയില്ല. റിട്ടാർഡേഷൻ. ഒരു എക്സാമ്പിൾ, ഒരു സിറ്റുവേഷൻ. നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ എറിയുന്ന സമയത്ത് ആ കല്ലിൻ്റെ വേഗത എന്തായിരിക്കും?
പിന്നീട് ആ കല്ല് താഴോട്ട് വരില്ലേ, ഡ്യൂ ടു ദ ആക്സിലറേഷൻ, ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനെക്കൊണ്ട് താഴോട്ട് വരും അല്ലേ. അപ്പോൾ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ആ കല്ലിൻ്റെ വേഗത കുറഞ്ഞു വരണ്ടേ. ആ കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊണ്ട് നല്ല ഗ്രേറ്റ് വെലോസിറ്റിയിൽ താഴെ നിന്നും പോകും. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുമ്പോഴേക്കും അതിൻ്റെ വേഗത കുറഞ്ഞ് ലാസ്റ്റ് അത് സീറോയിലേക്ക് എത്തും. അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരുന്ന് അറ്റ് ലാസ്റ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എന്തായിരിക്കും? 0 m/s ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി വരിക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ദെൻ ദ ആക്സിലറേഷൻ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും അല്ലേ. നെഗറ്റീവ് ആയിരിക്കും അല്ലേ. v-u എന്ന് പറയുന്നത് v0വും u കൂടുതലാണ്, മാക്സിമം ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് വാല്യൂ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ദ നെഗറ്റീവ് this kind of acceleration is known as retardation or negative acceleration. Initial velocity is greater than the final velocity, then the acceleration will be negative അല്ലേ. ഫൈനൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ. അതിന് എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ്. മുകളിലേക്ക് എറിഞ്ഞൊരു കല്ലാണ് അല്ലേ. ആ കല്ലിൻ്റെ വേഗത മുകളിലേക്ക് എത്തും തോറും ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അത് 0യിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് പിന്നീടാണ് അത് താഴോട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ. ഇനി ഈ വേഗത കൊണ്ടും ആക്സിലറേഷനെ കൊണ്ടൊക്കെ നമ്മൾ കാറുകളൊക്കെ അപകടത്തിൽ പോകുന്നു അല്ലേ. അതുകൊണ്ട് നമ്മളെ കേരള പോലീസ് റോഡ് സേഫ്റ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം. വെഹിക്കിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻക്രീസസ് വെൻ ദർ ഈസ് ആക്സിലറേഷൻ. വണ്ടിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ആക്സിലറേഷൻ ആണ്. പ്രസ് ഓൺ ആക്സിലറേറ്റർ ഓഫ് ദ കാർ. കാറിൻ്റെ ആക്സിലറേറ്റർ നമ്മൾ കൂടുതൽ ചവിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയും സ്പീഡും സെയിം ആണ് വെൻ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ സ്പീഡായിട്ടാണ് പറയുക. വളഞ്ഞ് പോകുന്ന ഒരു വഴിയിലൂടെ ഉള്ള അതിൻ്റെ വേഗത എന്ന് പറയുക സ്പീഡാണ്. അതിലാണ് നമ്മൾ പറയുക, ആ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പറയുക. ഇനി ഹൈ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് മേ റിസൾട്ട് വെഹിക്കിൾ ആക്സിഡൻറ്റ്. അതിന് വണ്ടിയുടെ വേഗത കൂടിയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ വി ക്യാൻ മിനിമൈസ് ഡെത്ത് ഡ്യൂ ടു ദ ആക്സിഡൻറ്റ് ബൈ ഒബേ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ആളുകളാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? വണ്ടിയൊന്നും ഓടിക്കരുത്. നിങ്ങളെ പാരൻസ് പറയുന്നുണ്ടെങ്കിൽ വേഗത കുറച്ച് ഓടിക്കാനൊക്കെ പറയാം. അപ്പോൾ മിനിമൈസ് ചെയ്യുക, വേഗത നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുമാത്രമല്ല, വേഗത കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കേരള പോലീസ് ഒരു ട്രാഫിക് റൂൾസും അതുപോലെ തന്നെ റെഗുലേഷൻസും, ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കേരള ട്രാഫിക് പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് ഡെത്ത്സൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതിലെങ്ങനെയാണ് വേഗത കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ്, അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വേഗത കുറച്ചിട്ട് ഓടിക്കുക, ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്, ആ സിഗ്നൽസൊക്കെ ഒബേ ചെയ്തിട്ടായിരിക്കും നമ്മൾ റോഡിലൂടെ കാർ ഓടിക്കേണ്ടത്. ദെൻ അപകടങ്ങൾ കാറ് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്ന, കാൽനടക്കാരായിട്ടുള്ള ആളുകളും മുഖേന ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ കാൽനടക്കാരായിട്ടുള്ള ആളുകൾ, ദാറ്റ് ഈസ് പെഡസ്ട്രെയിൻസ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവർ എന്ത് പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്? വൈൽ വാക്കിംഗ് ത്രൂ ദ റോഡിലൂടെ വാക്ക് ചെയ്യുന്ന സമയത്ത് അവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? വാക്ക് അലോങ് ദ ഫുട് പാത്ത് ഓൺലി. ഫുട് പാത്തിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. വാക്ക് ഓൺലി അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴൊക്കെ റൈറ്റ് സൈഡിനോട് ചാരിയിട്ടായിരിക്കും പോകേണ്ടത്. ക്രോസ് റോഡ്സ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രമേ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.
നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാൽനടക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിലൂടെ, റോഡിൻ്റെ റൈറ്റ് സൈഡ് ആണോ ആ റൈറ്റ് സൈഡിലൂടെ മാത്രമേ നിങ്ങൾ നടക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ സീബ്ര ക്രോസ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ 2 സൈഡിലോട്ട് നോക്കുക. വണ്ടി വരുന്നില്ല എങ്കിൽ മാത്രം പാസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ. കേരളത്തിലുള്ള റോഡുകളിലൂടെ നമുക്ക് കയ്യിൽ കിട്ടിയ വണ്ടി കൊണ്ട് ചീറിപ്പാഞ്ഞ് പോകാമെന്ന് വിചാരമുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ അടക്കമുള്ള, സ്കൂൾ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ. ഓരോ ഹൈവേസും അതുപോലെ തന്നെ പോക്കറ്റ് റോഡും ഒക്കെ ഓരോ നിശ്ചിത റോഡുകളുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. കോർപ്പറേഷൻ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് തോന്നിയ പോലെ വണ്ടിയുടെ വേഗത കൂട്ടി പോകാനൊന്നും പാടില്ല. അതിന് പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു മാക്സിമം സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ കൂടാൻ പാടില്ല ഓരോ വെഹിക്കിളിനും. മോട്ടോർ കാറിനാണെങ്കിൽ അത് സ്കൂളിൻ്റെ ഏരിയ ആണെങ്കിൽ 30 km/h ആയിരിക്കണം. മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആ ഒരു വേഗതയിലായിരിക്കണം, സ്പീഡോമീറ്ററിൽ ആ ഒരു വേഗതയിലായിരിക്കണം കാറുകൾ സ്കൂളിൻ്റെ അടുത്തൊക്കെ സഞ്ചരിക്കും. മോട്ടോർ സൈക്കിളാണെങ്കിൽ എങ്ങനെ വേണം? ദാറ്റ് ഈസ് ഓൾസോ 30. എല്ലാ വെഹിക്കിൾസും 30 km/h അപ്പോൾ വേഗത വളരെ കുറവായിരിക്കണം. മെല്ലെ പോകാൻ പാടുള്ളൂ എന്നർത്ഥം സ്കൂളിൻ്റെ സോണിലൊക്കെ. ബൈ റോഡാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സിറ്റീസിലൊക്കെ ആണെങ്കിൽ 50 km/h ആയിരിക്കണം. ഇനി ഹൈവേസിലൊക്കെ വണ്ടികളൊക്കെ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്ന നാഷണൽ ഹൈവേസിലൂടെ സൈഡിലൊന്നും ഉണ്ടാവില്ല, റോഡ് മാത്രമായിരിക്കും കാര്യമായിട്ടുണ്ട്. അതിലൊക്കെ മാക്സിമം സ്പീഡ് കവർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 85 km/h ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ റോഡിനനുസരിച്ചും ഓരോ സ്ഥലത്തിനനുസരിച്ചും വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഗത കൊടുത്തിട്ടുള്ളത്. ഓരോ സിറ്റുവേഷൻ, ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോലീസ് പിടിക്കും. കാരണം അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു നിശ്ചിത വേഗതയിൽ കൂടാൻ പാടില്ല. വേഗത കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഏരിയകളാണ് കൂട്ടം കൂടി നിൽക്കുന്ന ഏരിയാസ്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയുടെ വേഗത കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാര്യം ഒന്ന് വായിച്ചു നോക്കുക.